അറിഞ്ഞില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത്. കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത്. ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു, പിന്നെ അതൊരു വരുമാന മാർഗമായി, പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകൽ തുടങ്ങി. കാരണം നമ്മൾ തിന്നുന്ന ചോറ് വിശ്വാസമല്ലേ നമുക്ക് തിന്നാൻ പറ്റൂല. പക്ഷെ മറ്റു മതത്തിന്ന് വന്ന് കണ്ട കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന രീതിയിൽ വൈറലായ ജസ്ന സലീമിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും അല്ലെ? 2 ദിവസം മുന്നേ നമ്മൾ അവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി എന്ന രീതിയിൽ തന്റെ വീട്ടിലും നാട്ടിലും ഒക്കെ ഒറ്റപ്പെട്ടു പോയെന്നും ഇന്നിപ്പോ എല്ലാവരും തന്നെ ഹണി ട്രാപ്പിലൂടെ പണം തട്ടുന്ന പെണ്ണായി ചിത്രീകരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ചാനലിൽ ഈ പറയുന്ന ജസ്ന ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാണെങ്കിൽ സൈബർ അറ്റാക്ക് കാരണം ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ്. അമിതമായ അളവിൽ ഗുളികകൾ കഴിച്ചത് കാരണം ജസ്നയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് തനിക്ക് മുന്നിൽ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ജസ്ന സലീം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ വിഷയം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി മാറി എന്നുള്ളതാണ്. 2 ദിവസം മുന്നേ ന്യൂസ് 18 എന്ന് പറഞ്ഞ ഇന്റർവ്യൂവിൽ ജസ്ന പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവല്ലോ. കൃഷ്ണന്റെ ചിത്രം വരച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് തനിക്ക് ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയില്ല എന്നുള്ളതായിരുന്നു അന്ന് ജസ്ന പറഞ്ഞുകൊണ്ടിരുന്നത്. ക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുക വരെ ഉണ്ടായി എന്ന് അന്ന് ജസ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ജസ്നയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് അല്ലെ? കാരണം ഒരു ചിത്രം വരച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയ ഉപദ്രവം നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. എന്നിരുന്നാലും ആ വീഡിയോയിൽ ചില ആശങ്കകൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ ജീവിതത്തിൽ എന്ത് മോശം കാര്യം സംഭവിച്ചാലും ഇവർ അതിന്റെ കാരണമായി കുറ്റപ്പെടുത്തുന്നത് കൃഷ്ണന്റെ ചിത്രം വരച്ചത് കൊണ്ടാണ് എന്നുള്ളതായിരുന്നു. അതായത് ഒരു തരം മുതലെടുപ്പ് നടത്തിയിരുന്നില്ലേ എന്നൊരു സംശയം നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ടത് പോലും കൃഷ്ണന്റെ ചിത്രം വരച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് ഒട്ടും ഡൈജസ്റ്റീവ് ആവാത്ത ഒരു കാര്യമായിരുന്നു. എന്നിരുന്നാലും ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ അന്ന് അവരെ സപ്പോർട്ട് ചെയ്തത്. നമ്മൾ മാത്രമല്ല, ഒരുവിധം എല്ലാവരും ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ എല്ലാം മാറി മറിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ ഹണി ട്രാപ്പ് നടത്തുന്ന പെണ്ണാണ് എന്നുള്ള രീതിയിലുള്ള തെളിവുകൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതും വെറും തെളിവുകളല്ല, തന്നെ ബലാത്സംഗം ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്റ്റേഷനുകളിൽ പല യുവാക്കൾക്കെതിരെ ജസ്ന പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ജസ്നയ്ക്കെതിരെയുള്ള വിധികളിലാണ് അവസാനിച്ചത്. അതായത് എല്ലാ കേസുകളിലും ജസ്ന പരാജയപ്പെട്ടു. അങ്ങനെ ഇവരുടെ കേസുകൾ പരിഗണിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങളും കോടതിയുടെ വിധി പകർപ്പുകളും അതുപോലെ തന്നെ FIRന്റെ കോപ്പികളും ഒക്കെയാണ് ഇവർക്കെതിരെയുള്ള തെളിവുകളായി ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മീഡിയ മലയാളം എന്ന് പറയുന്ന ഒരു ചാനലാണ് ഈ തെളിവുകളെല്ലാം പുറത്തു വിട്ടിട്ടുള്ളത്. ന്യൂസ് 18 പുറത്തു വിട്ട റിപ്പോർട്ട് അനുസരിച്ച് നമ്മളെ പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയ മലയാളം എന്ന് പറയുന്ന ചാനലും ജസ്നയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേർ ജസ്നയ്ക്കെതിരെ സംസാരിച്ച് രംഗത്ത് വന്നു. അതായത് ജസ്ന തട്ടിപ്പുകാരിയാണെന്നും കൃഷ്ണന്റെ പടം വരച്ചതുകൊണ്ട് താൻ നന്നായി അനുഭവിച്ചു എന്ന് ഇവർ ഇടയ്ക്കിടെ പറയുന്നത് ഹിന്ദു സമൂഹത്തിന് സിമ്പതി നേടിയെടുക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. എവിടെ? ഇവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ട്. അതുപോലെ തന്നെ ജസ്നയ്ക്ക് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കാൻ മാത്രമേ അറിയുകയുള്ളൂ എന്നും മറ്റുള്ള ചിത്രങ്ങൾ ഇതേവരെ വരച്ചതായി കണ്ടില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഉയർന്നു. അതായത് ഈ ചിത്രം വരച്ചത് പോലും ജസ്ന ആണെന്നുള്ള തരത്തിലുള്ള ഉറപ്പില്ല എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉയരുകയുണ്ടായി. അതായത് വളരെ പ്ലാൻഡായി ഇവർ ഹിന്ദുക്കളുടെ സിമ്പതിയും സ്നേഹവും നേടിയെടുത്ത് ഇവർ തട്ടിപ്പ് നടത്തുകയാണ് എന്നർത്ഥം. ഇത്രയും കാലം കൃഷ്ണന്റെ ചിത്രം വരച്ചത് കാരണമായി മുസ്ലിങ്ങൾ തന്നെ ഉപദ്രവിക്കുകയായിരുന്നു എന്നായിരുന്നല്ലോ ജസ്ന പറഞ്ഞു വെച്ചത്. എന്നാൽ ജസ്ന തട്ടിപ്പുകാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തത് മുഴുവനും RSSകാരായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട മീഡിയ മലയാളംകാരെന്താക്കി കാര്യമായിട്ടൊരു അന്വേഷണം നടത്തി. അങ്ങനെയാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നത്. പിന്നെ RSSകാർക്ക് ജസ്നയെ സംശയം തോന്നാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അതായത് ജസ്നയ്ക്ക് സുരേഷ് ഗോപിയെ നേരത്തെ തന്നെ പരിചയം ഉണ്ടായിരുന്നു. കൃഷ്ണന്റെ ചിത്രം വരച്ചുള്ള പരിചയം തന്നെയാണ്. സുരേഷ് ഗോപി ജസ്നയെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുകയും പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്ന തന്നെ സുരേഷ് ഗോപിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സ്വന്തം മകളുടെ വിവാഹം പോലും നോക്കാതെ എൻ്റെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരാൻ ഏട്ടൻ കൂടെ നിന്നൊരു മനുഷ്യനാണ്. കാരണം 3:30 എൻ്റെ ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ റോഡ് മേലെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനുണ്ട്. അപ്പോൾ ആ ഏട്ടൻ്റെ ഒരു വിജയം കാണുമ്പോൾ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. വ്യക്തിപരമായി എന്നെ അറിയാം സുരേഷ് ഗോപി ഏട്ടനെ ഞാൻ 2015 ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഫോട്ടോ കൊടുത്തിട്ടാണ് പരിചയപ്പെടുന്നത്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എന്താ പറയുക, എനിക്ക് എൻ്റെ ഏട്ടനായിട്ട് അങ്ങനെ തന്നെ പറയാൻ ഇഷ്ടം. എൻ്റെ ഏട്ടനായിട്ട് ഇപ്പോഴും കൂടെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാനൊരിക്കൽ ഏട്ടനെ കണ്ട സമയത്ത് 2 വാക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനുഭവം പറഞ്ഞതാട്ടോ. കാര്യം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, സ്വന്തം മകളുടെ വിവാഹം പോലും നോക്കാതെ എൻ്റെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരാൻ ഏട്ടൻ കൂടെ നിന്നൊരു മനുഷ്യനാണ്. കാരണം 3:30 എൻ്റെ ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ റോഡ് മേലെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായും. തൃശ്ശൂർക്കാരെ ഏട്ടനെ ചേർത്ത് പിടിച്ചാൽ നിങ്ങളുടെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായും.
അതിന് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചും മെസ്സേജ് അയച്ചും എൻ്റെ ഏട്ടൻ ജയിക്കൂല തോൽക്കും എന്ന് പറഞ്ഞ് നിന്നതാ. എൻ്റെ ഏട്ടനെ തൃശ്ശൂർക്കാർ ചേർത്ത് പിടിക്കൂല എന്ന് പറഞ്ഞ് അതേ തൃശ്ശൂർക്കാർ തന്നെ എൻ്റെ ഏട്ടനെ ചേർത്ത് പിടിച്ചു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഏട്ടനെ പോലെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എല്ലാവർക്കും അത് ജാതി മതം നോക്കാതെ ഓക്കെ, അപ്പൊ എത്രയോ വർഷങ്ങളായി സുരേഷ് ഗോപിയെ പരിചയമുണ്ട് എന്നുള്ളതാണ് ജസ്ന പറയുന്നത് അല്ലെ. എന്തായാലും അങ്ങനെ സുരേഷ് ഗോപി ഇലക്ഷനിൽ ജയിച്ച സമയത്ത് സുരേഷ് ഗോപി പോയ പല സ്ഥലങ്ങളിലും ജസ്ന പോകുകയുണ്ടായി പോലും. കളക്ടറേറ്റിലും BJPയുടെ അനുമോദന ചടങ്ങിലും എന്തിന് RSSന്റെ കാര്യാലയത്തിൽ വരെ യാതൊരു ക്ഷണവുമില്ലാതെ സുരേഷ് ഗോപിയുടെ വാരും പിടിച്ചുകൊണ്ട് ജസ്ന കയറി ചെന്നു എന്നുള്ളതാണ്. അതോടെ ചില RSSകാർക്ക് സംശയം തോന്നുകയും ജസ്നയെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെ RSSകാർ പറഞ്ഞ വിവരം വെച്ച് മീഡിയ മലയാളം നടത്തിയ അന്വേഷണത്തിലാണ് 2011 മുതൽ 2021 വരെ ജസ്ന ഫയൽ ചെയ്ത ബലാത്സംഗ കേസുകളുടെ ഡീറ്റെയിൽസ് പുറത്തു വരുന്നത്. ജസ്ന ഹണി ട്രാപ്പുകാരിയാണ് എന്ന് ശരിവെക്കുന്ന തരത്തിൽ പല കേസുകളിലും കോടതി വിധി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മീഡിയ മലയാളത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. നമുക്ക് എന്തായാലും അവർ ജസ്നയ്ക്കെതിരെ തെളിവുകൾ നിരത്തി ചെയ്ത വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. 2011 മുതൽ 2020 വരെ പല ആൾക്കാർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു. പല ആൾക്കാരും പറഞ്ഞാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത്. ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവര് ബലാത്സംഗത്തിനിരയാക്കി, മാനഭംഗത്തിനിരയാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഈ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ FIR, അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ, അത്തോളി സ്റ്റേഷൻ, കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ക്രൈം നമ്പർ ഉണ്ട് 154/2016, 439/2006, 1015/2020. ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം. എന്നീ ക്രൈം നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്ത FIR-ൽ എല്ലാം തന്നെ ഇവർ പറയുന്നത് വ്യക്തികൾ തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് ഇവർ വിവിധ കാലത്ത് കൊടുത്ത പരാതികളിൽ പറയുന്നത്. പക്ഷേ ഇവർ കൊടുത്ത ഈ പരാതികളിൽ ഇവർ പറയുന്നത് എന്നെ അനുമതിയില്ലാതെ കയറി പിടിച്ചു, വസ്ത്രം വലിച്ചു കീറി, നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. ഇവയെല്ലാം തന്നെ കോടതിയിൽ ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് നമ്മൾ പറയുന്ന കാര്യമില്ല, കോടതി നിരീക്ഷണമാണ്. അത് പോലീസ് അന്വേഷണത്തിലും കോടതി നിരീക്ഷണത്തിലും കണ്ടെത്തിയ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വാദിയായ ഈ പെൺകുട്ടി നുണ പറയുന്നതാണെന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്നും മറ്റും കോടതിയുടെ നിരീക്ഷണം പകലുപോലെ തെളിഞ്ഞിട്ടുണ്ട്. അത് അടുത്ത കാര്യം, പ്രതികളായവരോട്, അതായത് ഇവർ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഇവർ 2 ലക്ഷം രൂപ ഇതേ തുടർന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ഹണി ട്രാപ്പ് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയുള്ളത്. അതായത് പരസ്പര സമ്മതത്തോടു കൂടി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പണത്തിന് വേണ്ടി ഒരാളെ ആ ഒരു ട്രാപ്പിലേക്ക് കൊടുക്കുക. അതിനുശേഷമാണ് ഇവർ ഈ വേഷം കെട്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ കീമേൽ മറിഞ്ഞിരിക്കുകയാണ് അല്ലെ. 1, 2 ഒന്നല്ല, 10ഓളം വ്യാജമായിട്ടുള്ള കേസുകൾ ജസ്ന കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. തെളിവുകളുടെ അഭാവത്തിൽ മറ്റും എല്ലാ കേസുകളിലും ജസ്ന പരാജയപ്പെട്ടു. ജസ്ന വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് എന്ന് വരെ കോടതി നിരീക്ഷിച്ച് എന്ന് ഹൈക്കോടതിയുടെ പകർപ്പ് വായിച്ചുകൊണ്ടാണ് ഈ മീഡിയ മലയാളംകാർ പറയുന്നത്. അതുപോലെ തന്നെ പോലീസിന്റെ എൻക്വയറി റിപ്പോർട്ടിലും ജസ്ന കള്ളിയാണ് എന്ന് പറയുന്നുണ്ട് എന്ന് മീഡിയ മലയാളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയധികം കള്ളക്കേസുകൾ കൊടുത്ത ഒരാൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്, നിയമ സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ആരും പരാതി കൊടുക്കാത്തത് കൊണ്ടാകാം. എന്തായാലും ഇത്രയധികം പറ്റിച്ച ഒരാൾക്കെതിരെ പോലീസോ കോടതിയോ സ്വമേധയാ കേസെടുക്കേണ്ടതായിരുന്നില്ലേ? എന്തോ എനിക്കറിയില്ല, ഇതിന്റെ പിറകിൽ എന്തെല്ലാമയോ ദുരൂഹതകൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഹിന്ദു വിഭാഗത്തെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ടാണ് ജസ്ന ഈ നിലയിൽ എത്തിയതെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ, മറുഭാഗത്ത് ഇതൊന്നും അറിയാതെ ജസ്ന ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്ത വന്ന സമയത്ത് ഈ വാർത്തകളുടെ എല്ലാം കമന്റ് ബോക്സിൽ കൃഷ്ണ ജസ്നയെ രക്ഷിച്ചോളണേ എന്നും പറഞ്ഞുള്ള ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ജസ്നയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ മീഡിയ മലയാളംകാർ റിപ്പോർട്ട് നിരത്തി പറയുന്ന പോലെ അത്രയും വലിയ തട്ടിപ്പുകാരിയാണ് ജസ്ന എങ്കിൽ ഈ ആത്മഹത്യാ ശ്രമം വരെ ഉടായ്പാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുമെന്നുള്ളതാണ്. സത്യത്തിൽ വൈഡായ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ട ഒരു കേസാണ് ഇത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഭാവിയിൽ സുരേഷ് ഗോപിക്ക് നേരെ വരെയും ആരോപണങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു കേസാണിത്. എന്തൊക്കെയായാലും ഇപ്പം പറയുന്നത് പോലെ ജസ്ന മതത്തെയും വിശ്വാസത്തെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ്. വന്ന് ആരും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇതിലൊക്കെ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി ഒന്നും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാണെങ്കിൽ ജസ്നക്ക് പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും തന്റെ പേര് വലിച്ചയച്ചതിന് കൃഷ്ണ പണി കൊടുത്താന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റു അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ കേസ് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോഴത്തെ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.